കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യാം. ക്രിയേറ്റ് ന്യൂ ഒരു പുതിയ പ്രോജക്റ്റിനായി ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവയിൽ നിന്നും 9:16 എന്ന ഈ ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്ത് ക്രിയേറ്റ് കൊടുക്കുക. നിങ്ങളുടെ ഇമേജ് ഫോൾഡറിൽ നിന്നും വീഡിയോയ്ക്ക് വേണ്ട ഇമേജ് ഓപ്പൺ ചെയ്യുക. പാൻ ആൻഡ് സൂം സെലക്ട് ചെയ്യുക. സ്ക്രീനിൽ നിന്നും ഇമേജ് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. സൈസ് അഡ്ജസ്റ്റഡ് ആയെങ്കിൽ ഈക്വൽ ടു സിംബലിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഫ്രെയിമിന്റെ ഒരു കോപ്പി എടുക്കുന്നതിനായി ഈ ക്യാപ്ചർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്യാപ്ചർ ആൻഡ് സേവ് സെലക്ട് ചെയ്യുക. ഫ്രെയിം ക്യാപ്ചർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ലെയർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് എഫക്റ്റ് സെലക്ട് ചെയ്യുക. ബേസിക് എഫക്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഗൗസിയൻ ബ്ലർ സെലക്ട് ചെയ്യുക. സ്ക്രീനിൽ നിന്നും ഈ മാസ്ക് ഇമേജ് പൂർണ്ണമായും മറയുന്ന രീതിയിൽ വലുതാക്കി വെക്കുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ഗ്രീൻ സ്ക്രീൻ ഫ്രെയിം ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. സ്ക്രീനിൽ നിന്നും ഈ ഇമേജ് ലെയർ നിങ്ങൾക്ക് വേണ്ട വിധം സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് ഇതുപോലെ വെക്കുക. ടൈം ലൈനിലുള്ള എല്ലാ ലെയറുകളുടെയും ഡ്യൂറേഷൻ വീഡിയോയ്ക്ക് വേണ്ട അളവിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. എഡിറ്റിംഗിന്റെ ആദ്യഘട്ടം കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രോജക്റ്റ് എക്സ്പോർട്ട് ചെയ്യുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യുക. സേവ് ആസ് വീഡിയോ കൊടുക്കുക. എക്സ്പോർട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഈ വിൻഡോ ക്ലോസ് ചെയ്ത് പ്രോജക്റ്റിലേക്ക് തിരികെ എത്താം. ടൈം ലൈനിലുള്ള എല്ലാ ലെയറുകളും ഇതുപോലെ ഒന്നൊന്നായി ഡിലീറ്റ് ചെയ്ത് കളയുക. ഇമേജ് അസറ്റ്സിൽ നിന്നും ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ എക്സ്പോർട്ട് ഫോൾഡറിൽ നിന്നും ഇപ്പോൾ നാം എക്സ്പോർട്ട് ചെയ്ത ഫയൽ ഓപ്പൺ ചെയ്യുക. ഓപ്ഷൻ ബാറിൽ നിന്നും സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാംഗിൾ കൊടുക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ക്രോമ കീ സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ക്രോമ ഫങ്ഷൻസ് എനേബിൾ ചെയ്യുക. ഇവിടെ ഗ്രീൻ കളർ തന്നെയാണ് സെലക്ട് ആയി കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ടെംപ്ലേറ്റിൽ നിന്നുമുള്ള ഗ്രീൻ കളർ പൂർണ്ണമായും ഇല്ലാതെയായിട്ടുണ്ട്. നിങ്ങളുടെ കൈൻമാസ്റ്റർ ക്യാപ്ചർ ഫോൾഡറിൽ നിന്നും ഇപ്പോൾ നാം ക്യാപ്ചർ ചെയ്ത ഇമേജ് ഓപ്പൺ ചെയ്യുക. ഈ 3 ഡോട്ട്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സെൻഡ് ടു ബാക്ക് കൊടുക്കുക. ഇമേജ് മാസ്കിനുള്ളിലായി തന്നെ വരുന്ന രീതിയിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള പാർട്ടിക്കിൾ വീഡിയോ ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. ഓപ്ഷൻ ബാറിൽ നിന്നും സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാംഗിൾ കൊടുക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ബ്ലെൻഡിംഗ് സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും ബ്ലെൻഡിംഗ് ഒപ്പാസിറ്റിയായി സ്ക്രീൻ സെലക്ട് ചെയ്യുക. ഈ വീഡിയോയിൽ ഉപയോഗിച്ചിട്ടുള്ള ടൈറ്റിൽ എഫക്റ്റിന് വേണ്ടി ഈ അസറ്റ് സ്റ്റോർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഓവർലേ എഫക്റ്റുകൾക്ക് വേണ്ടി ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ടെക്സ്റ്റ് ആൻഡ് ടൈറ്റിൽസ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവയിൽ നിന്നും ഐ കോട്ട് സെലക്ട് ചെയ്യുക. ഡൗൺലോഡ് കൊടുക്കുക. ഇപ്പോൾ ഈ എഫക്റ്റ് നിങ്ങളുടെ കൈൻമാസ്റ്ററിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അസറ്റ് സ്റ്റോർ ക്ലോസ് ചെയ്യാം. ലെയർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റിക്കർ സെലക്ട് ചെയ്യുക. ഐ കോട്ട് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഈ എഫക്റ്റ് സെലക്ട് ചെയ്യാം. പ്രോപ്പർട്ടീസ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ടെക്സ്റ്റ് അഥവാ ലവ് കോട്ട്സ് എൻ്റർ ചെയ്യുക. ഇവിടെ നിന്നും ഈ ലെയർ സ്ക്രീനിന് താഴെയായി കൊണ്ടുവന്ന് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇൻ ആനിമേഷൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവയിൽ നിന്നും കവറേജ് സെലക്ട് ചെയ്യുക. ആനിമേഷൻ സ്പീഡ് 2 സെറ്റ് ചെയ്യാം. ഈ ഓഡിയോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോയ്ക്ക് വേണ്ട ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഈ മ്യൂസിക് സെലക്ട് ചെയ്യാം. ഈ പ്ലസ് സിംബലിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത മ്യൂസിക് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുക. ടൈം ലൈനിലുള്ള എല്ലാ ലെയറുകളുടെയും ഡ്യൂറേഷൻ ഒരുപോലെ തന്നെ ആയിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ടൈം ലൈനിന് മുന്നിലെത്തി വീഡിയോ പ്ലേ ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഒപ്പം കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.